ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മാത്സ് ക്രിസ്മസ് എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. അതിൽ ആക്ടിവിറ്റി 1 ഫ്രൂട്ട്സ് ആണ്. കൗണ്ട് ദ ഫ്രൂട്ട്സ് ആൻഡ് റൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ ഫ്രൂട്ട്സ് തന്നിട്ടുണ്ട്, ഓരോന്നും എണ്ണി നോക്കിയിട്ട് എഴുതാനാണ് കേട്ടോ. ഗ്രേപ്സ് ഉണ്ട്, ചെറി ഉണ്ട്, ബനാന ഉണ്ട്. നമുക്ക് ഓരോന്നും കൗണ്ട് ചെയ്തിട്ട് ബോക്സിൽ എഴുതുക കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഗ്രേപ്സ് കൗണ്ട് ചെയ്യൂ. എത്രണ്ണാണ്? 1 2 3 4 5 6 7 8 9 10 11 12. എത്രണ്ണാണ് ഗ്രേപ്സ് ഉള്ളത്? 12 ആണ് അല്ലെ. ബോക്സിൽ 12 എന്ന് എഴുതുക. ദെൻ ചെറി നോക്കാം നമുക്ക്. ചെറി എത്രണ്ണ? കൗണ്ട് ചെയ്യൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അല്ലെ. 15 ചെറീസ് ഉണ്ട് അല്ലെ. 15 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. അടുത്തത് ബനാനയാണ്. ബനാന എത്രണ്ണ? 1 2 3 4 5 6. എത്രണ്ണാണ്? 6 അല്ലേ. അപ്പൊ 6 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. ഹൗ മെനി ഫ്രൂട്ട്സ് ആർ ദർ ഇൻ ദ ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും വലിയ കൂട്ടത്തില് എത്ര പഴങ്ങളാണ് ഉള്ളത് എന്നാണ് അല്ലെ. തന്നിരിക്കുന്ന ഫ്രൂട്ട്സിലെ ഏറ്റവും വലിയ കൂട്ടം ഏതാ? ചെറി അല്ലേ. ചെറിയിലാണല്ലേ കൂടുതൽ എണ്ണമുള്ളത്. അപ്പൊ അതല്ലേ ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പ്. അത് എത്രണ്ണായിരുന്നു? നമ്മൾ അവിടെ കൗണ്ട് ചെയ്ത് എഴുതിയിരുന്നു അല്ലെ. എത്രണ്ണ? 15 അല്ലേ. 15 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അല്ലെ. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. നമ്പേഴ്സ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഗ്രേപ്സ് 12, ചെറി 15, ബനാന 6. അപ്പൊ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ പറഞ്ഞാല് നമ്മൾ എന്താ ചെയ്യാ? 6 എഴുതും, പിന്നെ 12 എഴുതും, പിന്നെ 15 എഴുതും അല്ലെ. 6, 12, 15 എന്ന് എഴുതുക കേട്ടോ. ആക്ടിവിറ്റി 2 നോക്കാം. ബാംഗിൾസ്. ജാനി ഗോട്ട് ബാംഗിൾസ് ആസ് എ ബർത്ത്ഡേ ഗിഫ്റ്റ്. അവിടെ ജാനിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ. ബ്യൂട്ടിഫുൾ ബാംഗിൾസ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ജാനി വോ 5 ബാംഗിൾസ് ഓൺ ഹെർ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് 9 ബാംഗിൾസ് ഓൺ ഹെർ റൈറ്റ് ഹാൻഡ്. ടോട്ടൽ നമ്പർ ഓഫ് ബാംഗിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ജാനി 5 വളകള് അവളുടെ ഇടത് കയ്യിലും ഇട്ടു, 9 വളകള് അവളുടെ വലതു കയ്യിലും ഇട്ടു കേട്ടോ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബാംഗിൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? 5 + 9 എന്ന് ബോക്സിൽ എഴുതണം അല്ലേ. 3 ബോക്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ബോക്സിൽ 5 എന്ന് എഴുതാം, പ്ലസ് അടുത്ത ബോക്സിൽ 9 എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ബോക്സ് ഇല്ലേ. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? 5ന്റെ കൂടെ 9 ആഡ് ചെയ്തിട്ട് എഴുതണം അല്ലെ. 5 + 9 എത്രയാ? കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. 9ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 10 ആയി. ദെൻ ഒരു 4ഉം കൂടി അല്ലെ. അപ്പൊ 14 ആവൂലോ. നിങ്ങൾ കൗണ്ട് ചെയ്യുക കേട്ടോ. 14 എന്ന് വരും. ഇഫ് ഷി വോ ആൻ ഈക്വൽ നമ്പർ ഓഫ് ബാംഗിൾസ് ഓൺ ബോത്ത് ഹാൻഡ്സ് ഹൗ മെനി ബാംഗിൾസ് വുഡ് ഷി വെയർ ഓൺ ഈച്ച് ഹാൻഡ് എന്നാണ്. അവള് ഈ ബാംഗിൾസ് 2 കൈയിലും ഒരേ തുല്യമായ എണ്ണമാണ് ധരിച്ചിരുന്നെങ്കിൽ എത്ര ബാംഗിൾസ് ആയിരിക്കും ഓരോ കയ്യിലും ഉണ്ടായിരിക്കുക എന്നാണ് കേട്ടോ. അപ്പൊ എത്ര ബാംഗിൾസ് ഉണ്ടായിരിക്കുക? 14 ബാംഗിൾസിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 14 എന്ന് പറഞ്ഞാല് 10ഉം 4ഉം ആണ് അല്ലെ. 14 10ന്റെ ഹാഫ് നമുക്കറിയാം 5 എന്ന്, 4ന്റെ ഹാഫ് നമുക്കറിയാം 2 ആണെന്ന്. അപ്പൊ 5ഉം 2ഉം കൂടി വന്നാൽ 7 അല്ലേ. അപ്പൊ 7 ബാംഗിൾസ് ആയിരിക്കും ലെഫ്റ്റ് ഹാൻഡില്, റൈറ്റ് ഹാൻഡിലും 7 ബാംഗിൾസ് അല്ലെ. അങ്ങനെ എഴുതുക കേട്ടോ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് എന്നുള്ള ബോക്സിൽ 7 എന്ന് എഴുതാം, റൈറ്റ് ഹാൻഡ് എന്നുള്ള ബോക്സിൽ 7 എന്ന് എഴുതുക കേട്ടോ. അടുത്തെന്താണ്? ഇഫ് ഷി വോ 10 ബാംഗിൾസ് ഓൺ ഹെർ ലെഫ്റ്റ് ഹാൻഡ് ഹൗ മെനി ബാംഗിൾസ് ഡിഡ് ഷി വെയർ ഓൺ ഹെർ റൈറ്റ് ഹാൻഡ് എന്നാണ്. അതായത് അവള് 10 വളകള് ഇടത് കയ്യിൽ ഇടുകയാണെങ്കിൽ എത്ര വളകളായിരിക്കും വലത് കയ്യിൽ ഇട്ടിട്ടുണ്ടാവുക എന്നാണ് അല്ലെ. അപ്പൊ എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ബാംഗിൾസ് 14 ആണ്. 10 ബാംഗിൾസ് ഇടത് കയ്യിൽ ഇട്ടാല് ബാക്കി എത്ര ബാംഗിൾസ് ഉണ്ട്? 10ന്റെ കൂടെ ഒരു 4ഉം കൂടി വേണം അല്ലെ 14 ആവാനായിട്ട്. അപ്പൊ 4 ബാംഗിൾസ് ആയിരിക്കുമല്ലോ റൈറ്റ് ഹാൻഡിൽ ഇട്ടിട്ടുണ്ടാവുക. അപ്പൊ 4 ബാംഗിൾസ് എന്ന് എഴുതുക കേട്ടോ. ആക്ടിവിറ്റി 3 സ്റ്റാർസ്. ഫൈൻഡ് ആൻഡ് കളർ ദ സ്റ്റാർ ഫോർ വിച്ച് സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓൺ ദ ബോക്സ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഇവിടെ ചുവടെ കുറച്ച് സ്റ്റാർസ് തന്നിട്ടുണ്ട് അല്ലെ. അതിന് നേരെ ബോക്സിൽ നമ്പറും തന്നിട്ടുണ്ട്. സ്റ്റാർസിലെ തുകകൾ കണ്ടെത്തിയിട്ട് ബോക്സിലെ നമ്പർ വരുന്നത് ഏത് സ്റ്റാറിനാണെന്ന് കണ്ടെത്തിയതിനു ശേഷം അതിന് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ആദ്യത്തെ കണ്ടോ, ബോക്സിലുള്ള നമ്പർ ഏതാ? 5 ആണ്. ഇനി സ്റ്റാർസിൽ തന്നിരിക്കുന്ന ഇതിന്റെയൊക്കെ നമുക്ക് സമ്മ് കണ്ടെത്താം കേട്ടോ. 8 + 3 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റാർ. 8 + 3 എത്രയാണ്? 8ന്റെ കൂടെ 3 ആഡ് ചെയ്താൽ 11 കിട്ടും അല്ലെ. ദെൻ 5 + 2 എത്രയാണ്? 7 ആണ്. 7 - 2 എത്രയാണ്? 7 നിന്ന് 2 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 2ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 7 കിട്ടുക നോക്കുക അല്ലെ. അപ്പൊ എത്രയാ? 5 അല്ലേ. അപ്പൊ ഏത് സ്റ്റാറിനാണ് കളർ ചെയ്യേണ്ടത്? 7 - 2 എന്ന് എഴുതിയ സ്റ്റാറിന് കളർ കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം.
അടുത്തത് നോക്കാം. ബോക്സിൽ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. ഇനി സ്റ്റാർസിലെ ഓരോന്നിന്റെയും സമ്മ് കണ്ടെത്താം. 10 - 4 ആണ് ആദ്യത്തെ. 10 - 4 പറഞ്ഞാല് 4ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 10 കിട്ടുക നോക്കുക. എത്രയാണെന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. 6 ആഡ് ചെയ്യേണ്ടേ 10 കിട്ടാനായിട്ട്. അടുത്ത സ്റ്റാറിൽ 6 + 5 എന്നാ പറഞ്ഞിരിക്കുന്നത്. 6ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ എത്രയാണ്? 11 ആണ് അല്ലെ. അപ്പൊ 11 ആണ്. ദെൻ അടുത്തത് 5 + 4 ആണ്. 5 + 4 എത്രയാണ്? 9 ആണ് അല്ലെ. അപ്പൊ ഏത് സ്റ്റാറിന് നമ്മൾ കളർ കൊടുക്കേണ്ടത്? ബോക്സിലെ നമ്പർ 11 ആണ്. അപ്പൊ സെക്കൻഡ് സ്റ്റാറിന് അല്ലെ കളർ കൊടുക്കുക കേട്ടോ. തേർഡ് വൺ നോക്കാം. തന്നിരിക്കുന്ന ബോക്സിൽ നമ്പർ 9 ആണ്. ഇനി ഓരോ സ്റ്റാറിലെയും സമ്മ് കണ്ടെത്താം. 6 + 3 എത്രയാ? 9 ആണ്. 3 + 7 എത്രയാണ്? 10 ആണ്. 4 + 1 എത്രയാണ്? 5 ആണ്. അപ്പൊ ഏത് സ്റ്റാറിനാ കളർ കൊടുക്കേണ്ടത്? ഫസ്റ്റ് സ്റ്റാറിന് അല്ലെ. 6 + 3 9 എന്നുള്ള സ്റ്റാറിനല്ലേ കളർ കൊടുക്കേണ്ടത്? കളർ ചെയ്യുക കേട്ടോ. അവസാനത്തെ നോക്കാം. അതിലെ ബോക്സിലെ നമ്പർ 7 ആണ്. ഇനി സ്റ്റാർസിലെ നമ്പർ ഏതൊക്കെയാന്ന് കണ്ടെത്താം. 2 + 3 എത്രയാണ്? 5 ആണ്. 5 + 2 എത്രയാണ്? 7 ആണ്. 8 - 3 എത്രയാണ്? 5 ആണ് അല്ലെ. അപ്പൊ ഏത് സ്റ്റാറിനാണ് കളർ കൊടുക്കേണ്ടത്? നടുക്കിലത്തെ സ്റ്റാറിന് അല്ലെ, സെക്കൻഡ് വണ്ണിന് കളർ കൊടുക്കുക കേട്ടോ. ആക്ടിവിറ്റി 4 ഹു ഈസ് ദ വിന്നർ? റൈറ്റ് ദ സം ബൈ ആഡിങ് ഈച്ച് സെറ്റ്. ഓരോ സെറ്റും ആഡ് ചെയ്തിട്ട് ടോട്ടൽ അവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബോക്സില് ഇവിടെ കണ്ടോ കുട്ടികൾ എന്താ ചെയ്യുന്നത്? ബീഡ്സ് കുറക്കണം, മുത്ത് കുറക്കുകയാണ് കേട്ടോ ത്രെഡില്. അപ്പൊ നമുക്ക് നോക്കാം. ഗ്രീൻ ബീഡ്സ് ഉണ്ട്, റെഡ് ബീഡ്സ് ഉണ്ട്, യെല്ലോ ബീഡ്സ് ഉണ്ട്, വൈറ്റ് ബീഡ്സ് ഉണ്ട്, അങ്ങനെ നമ്പർ അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ ചുവടെ. ഇനി ആമി കോർത്ത ബീഡ്സുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. ഗ്രീൻ ബീഡ്സ് 10, റെഡ് ബീഡ്സ് 10, യെല്ലോ ബീഡ്സ് 10, വൈറ്റ് ബീഡ്സ് 3. അപ്പൊ ടോട്ടൽ നമ്പർ എത്രയാണ്? 3 10s ഉണ്ട്, പിന്നെ ഒരു 3 ഉണ്ട് അല്ലെ. അപ്പൊ 3 10s എന്ന് പറയുമ്പോൾ 30 ആയില്ലേ. 10 + 10 + 10 30 ആയല്ലോ. 30യുടെ കൂടെ 3യും കൂടി ആഡ് ചെയ്താല് എത്രയാ? 33. നമ്പർ എന്നുള്ളതിന്റെ ചുവടെയുള്ള ബോക്സില് 33 എന്ന് എഴുതാം ആമിയുടെ നേരെ കേട്ടോ. ജാനി എത്ര ബീഡ്സാ കോർത്തിരിക്കുന്നത് നോക്കാം. ഗ്രീൻ ബീഡ്സ് 10, റെഡ് ബീഡ്സ് 10, യെല്ലോ ബീഡ്സ് 2 ആണ് കേട്ടോ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എത്രയാണ്? 2 10s. 2 10s ആഡ് ചെയ്താൽ എത്രയാ? 10 + 10 20. 20യുടെ കൂടെ ഒരു 2ഉം കൂടി വന്നാൽ 22 അല്ലെ. അപ്പൊ നമ്പർ എന്നുള്ളതിന്റെ ചോട്ടില് 22 എന്ന് എഴുതുക കേട്ടോ. അടുത്തത് മനു ആണ്. മനു കോർത്ത ബീഡ്സുകളുടെ എണ്ണം എത്രയാ? ഗ്രീൻ ബീഡ്സ് 10, റെഡ് ബീഡ്സ് 9, യെല്ലോ ബീഡ്സ് 10 കേട്ടോ. വൈറ്റ് ബീഡ്സ് ഒന്നും കോർത്തിട്ടില്ല കേട്ടോ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എത്രയാണ്? 2 10s ഉണ്ട്, ഒരു 9ഉം ഉണ്ട് കേട്ടോ. അപ്പൊ 2 10s എന്ന് പറഞ്ഞാൽ എത്രയാ? 10 + 10 20. 20യുടെ കൂടെ 9 വന്ന് 29. ഹു ഈസ് ദ വിന്നർ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ആരാണ് വിജയി എന്നാണ്. ആരാണ് കൂടുതൽ ബീഡ്സ് കോർത്തത് അവരല്ലേ വിജയിക്കുക. ഇവിടെ ആരാണ് കൂടുതൽ ബീഡ്സ് കോർത്തത്? ആമി എത്ര ബീഡ്സ് കോർത്തു? 33 ബീഡ്സ് കോർത്തു. ജാനി എത്ര ബീഡ്സ് കോർത്തു? 22 ബീഡ്സ് കോർത്തു. മനു എത്ര ബീഡ്സ് കോർത്തു? 29 ബീഡ്സ് കോർത്തു അല്ലെ. ആരാണ് കൂടുതൽ ബീഡ്സ് കോർത്തത്? അപ്പോ ആമി അല്ലേ. ആമി എന്ന് എഴുതുക കേട്ടോ. ഹു ത്രെഡഡ് ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ബീഡ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ് കുറവ് ബീഡ്സ് കോർത്തത് എന്നാണ്. ആരാണ്? ജാനി ആണ് അല്ലെ. ജാനി ആകെ 22 ബീഡ്സ് അല്ലേ കോർത്തിട്ടുള്ളൂ. അപ്പൊ ജാനി എന്ന് എഴുതുക കേട്ടോ.